തീർത്ഥാടനം എന്നാൽ എന്ത് എന്ന കാര്യമൊന്ന് ചിന്തിക്കുകയാണ്. ധന്യമീതത്തിൽ ചിന്തിക്കുന്നത് സാധാരണക്കാരായിട്ട് ചേർന്നുള്ള ചിന്തയാണ്. ഞാനും ചിന്തിക്കുന്നത് ശ്രോതാക്കളും ഞാനും ഒന്നായി ഒരു അദ്വൈത ഭാവത്തിൽ, രണ്ടല്ല ഇങ്ങനെയല്ലേ എന്ന് ചിന്തിക്കുന്നതാണ് പതിവ്. തീർത്ഥാടനത്തിന് പോകണമെന്ന് ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്. കൊല്ലം പോകുന്നവരുണ്ട്. ഒരു പ്രത്യേക കാലഘട്ടത്തില് മല കയറി തീർത്ഥാടനത്തിന് പോക്കടിക്കിട്ട് 30 കൊല്ലമായി മുടങ്ങാതെ എന്ന് പറയുന്നവർ ഉണ്ട്. ഇന്ത്യയിലത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ എൻ്റെ ആയുസ്സിന്റെ നല്ലൊരു ഭാഗം കാണാനായിട്ട് ഞാൻ പോയിട്ടുണ്ട്. ഇനി കാണാൻ ബാക്കിയുള്ള വളരെ കുറച്ച് സ്ഥലങ്ങളേ ഉള്ളൂ. അവിടേക്ക് പോകാൻ കുറച്ച് താമസം വരാനുള്ള കാരണം കൂടി പറഞ്ഞുകൊള്ളാം. എന്നാ പിന്നെ അവിടെ കൂടി അത് പോയിക്കൂടെ? അല്ല. എന്താണ് തീർത്ഥാടനത്തിന് പോകുന്ന സ്ഥലങ്ങളിലുള്ള പ്രത്യേകത? വിശിഷ്ടമായുള്ള ദേവാലയങ്ങൾ സ്ഥാപിച്ചത് മുഴുവൻ പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലങ്ങളിൽ ആണ്. ഏത് കാര്യം നമ്മൾ വീട് വെച്ചത് പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് ഉത്കർഷം ഉണ്ടാവും. അതെങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് വേറെ കാര്യം, അത് പറഞ്ഞോളാം. വീട് വെക്കുന്നത്, കച്ചവട സ്ഥാപനം പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള സ്ഥലത്ത് ആകണം. ഇപ്പുറത്തെ കെട്ടിടങ്ങള് ബാക്കിയുള്ളതൊക്കെ ചിലതൊക്കെ വരുമ്പോ വീടിന് ജീവനുണ്ട്. അതിന് വരുന്ന ഭാവമാണ് ഭീതി. ഈ കാരണം കൊണ്ട് തന്നെ ഭാരതത്തിൽ ഏറ്റവും പ്ലസന്റ് വൈബ്രേഷൻ ഉള്ള കേന്ദ്രങ്ങൾ ഉണ്ട്. കുറെ ഉണ്ട്. എനിക്ക് പ്രിയപ്പെട്ട 3-4 കേന്ദ്രങ്ങൾ. അത് ആ കേന്ദ്രമായതുകൊണ്ടാണ് അവിടെ അമ്പലം വന്നത്. അമ്പലം വന്നുകൊണ്ട് കേമായതല്ല. ആ സ്ഥലം കേമമായ സ്ഥലമാണ്. ചിലയിടത്തില് തവളെ തിന്നാൻ വരുന്ന പാമ്പ് തവള പ്രസവിക്കുന്നത് കണ്ടപ്പോൾ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പത്തി പടർത്തി അതിനെ സഹായിച്ചത് ശങ്കരാചാര്യർ കണ്ടപ്പോൾ അവിടെ അമ്പലം പണിതു എന്ന് കഥ കേൾക്കുന്നതിന്റെ അർത്ഥം അവിടെ വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. ശൃംഗേരിയെ പറ്റിയാ പറയണത്. ഇതിപ്പോ നമ്മൾ കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഈ കഥയ്ക്ക് പ്രസക്തിയുണ്ട്. അവിടെ നല്ല ബുദ്ധിയെ തോന്നുള്ളൂ അവിടെ വെച്ച്. അങ്ങനെ കേരളത്തിലെ ദക്ഷിണേന്ത്യത്തെ ഒക്കെ പ്രധാന കേന്ദ്രങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ പ്രാധാന്യം നമ്മളിപ്പോ അവിടെ പോയിട്ട് എന്താ കാര്യം? നമ്മളിപ്പോ ആ സ്ഥലത്ത് പോയി പലരും ചെയ്യുക, അവിടെ അടുത്തുള്ള ലോഡ്ജിലിരിക്കും, താഴോട്ടിറങ്ങും, ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കും, ക്ഷേത്രം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലൊന്ന് പോകും. അവിടെ ഇത്ര വലിയ അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ ഒരു കാര്യം തീർച്ചയാണല്ലോ, ആ നാട്ടുകാരൊക്കെ 100% സന്തുഷ്ടരാവണല്ലോ. ആ നാട്ടിൽ മോഷണം ഉണ്ടാവാൻ പാടില്ലല്ലോ എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ. എനിക്ക് പ്രിയപ്പെട്ട ഒരു ദേവാലയത്തിന്റെ ഗേറ്റിനോട് ചേർന്ന് തന്നെ പോലീസ് സ്റ്റേഷനാണ്. എങ്കിൽ പിന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ ഒന്നും വേണ്ടല്ലോ. കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് സമാധാനമുണ്ടോ? കുറ്റകൃത്യം ചെയ്തവന് ടെൻഷൻ. ആരുടെ മുതല് മോഷ്ടിച്ചുവോ ആ മുതല് പോയ ആൾക്ക് ടെൻഷൻ. ഇവനെ അറസ്റ്റ് ചെയ്യുമ്പോ വീട്ടുകാർക്ക് ടെൻഷൻ. സമാധാനമുണ്ടോ? തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ജനിച്ചു
എവിടെയാ ജന്മസ്ഥലം? നോർത്തിലാ ജനിച്ചു. അവിടെ തന്നെ വേറെ രാജ്യത്തല്ല, അവിടെ ജനിച്ചു. എന്നിട്ടോ ജനിച്ചപ്പോ തന്നെ മാരകമായ രോഗം, കാഴ്ചശക്തിയില്ല, നടക്കാൻ വയ്യ. ജനിച്ചതേ അവിടെ. ഈ ജനിച്ചതേ അവിടെ ആയിട്ട് വരെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ പാന്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് വിമാനത്തിൽ പോയിട്ട് അവിടെ ഇറങ്ങി, ലോഡ്ജിൽ മുറി എടുത്തു, പാന്റും ഷർട്ടൊക്കെ മാറ്റിയിട്ട് മുണ്ടിറ്റി, കസവ് പുറത്തേക്കൊക്കെ ചെയ്തു. അവിടുന്ന് എന്ത് ശക്തിയാണ് കിട്ടണത്? ഇതിന്റെ ഉത്തരം ആദ്യം നാം മനസ്സിലാക്കി വെക്കണം. എന്താണ് ഈ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ? ടെലിവിഷനിൽ നിന്ന് എനിക്ക് എത്രയോ കാര്യങ്ങൾ, പിക്ചറുകൾ കിട്ടുന്നു. ഞാൻ കാണുന്നത് ചില പ്രത്യേക ചാനലുകൾ മാത്രമാണ്. ഈ സാധാരണഗതിയിൽ ചാനൽ ചർച്ച ഇതേമാതിരി നോക്കി യാതൊരു തർക്കിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കാറില്ല. ചിലപ്പോൾ വീട്ടിൽ കയറി വന്നവർ പറയും, ഈ ചാനൽ നിങ്ങൾ മാത്രമേ കാണുന്നുണ്ടാവുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രമൊന്നല്ല, കാണേണ്ടവർ കാണുണ്ടാവും. ഇനി ഞാൻ അറിയാത്ത ചാനലുകളുണ്ട്. ആ ചാനലുകളിൽ നിന്ന് നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഉണ്ടാവാം. എന്റെ ടി വിയിൽ അതൊന്നും കിട്ടില്ല. കിട്ടുന്നതിൽ വെച്ച് കാണും. അപ്പോ വേറൊരാള് എന്നോട് പറഞ്ഞു, അയാൾക്ക് പല ചാനലും കിട്ടുന്നത്, ഇന്ന ചാനലിൽ ഇന്നൊരു കാര്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൂക്ഷ്മജീവികളായ കൂറ, പാറ്റയൊക്കെ ഈ ടെലിവിഷന്റെ അകത്തന്നെ ജീവിക്കുന്നുണ്ടാവും. തലമുറകളായിട്ട് മുട്ടയിടുന്നു, പെരുകുന്നു. അവര് ഈ ടി വിയുടെ അകത്ത് കൂടെ ഓടി നടക്കുന്നുണ്ട് സ്വതന്ത്രരായിട്ട്. ടി വിയുടെ അകത്ത് കൂറുണ്ടെന്ന് പറയല്ല, ഉദാഹരണത്തിന് പറയുന്നത് അതൊക്കെ. അവര് പറയാണ് ഇതിനകത്തൊന്നുമില്ല. ഞങ്ങള് ചെറുപ്പം മുറിക്കെ കാണുന്നല്ലേ. ഇത്രയും കാലമായിട്ട് എനിക്ക് ഒരു ഐഡന്റിറ്റി ഇല്ല. ആളുകൾ കൂറ, പാറ്റാന്ന് പറയാന്നല്ലാതെ. ശരിയാണ്. ഇതിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഒരു ഗുരു വഴി ഗുരു നമുക്ക് റിമോട്ട് കൺട്രോൾ തരണം. അതിനെക്കുറിച്ച് ഗുരു പഠിപ്പിച്ചു തരണം. ആ റിമോട്ട് കൺട്രോളിന്റെ ബട്ടൺ അമർത്തണം. ആ ബട്ടൺ അമർത്തിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട ചാനലിലേക്ക് വരണം. എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ ഒരു ഗുരുവിന്റെ നിർദ്ദേശവും സത്സംഗവും ഇതിന്റെ പിറകിൽ ഉണ്ടാകണം. അത് ഉണ്ടായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ വ്യത്യാസമുണ്ട്. ഏതോ ഒരാൾ സ്റ്റേജിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു, സ്വാഗത പ്രസംഗം കേൾക്കാതെയാണ് ഇത് കേൾക്കണമെങ്കിൽ പെട്ടെന്ന് ആകർഷിക്കില്ല. സ്വാഗത പ്രസംഗത്തിന്റെ ആവശ്യം എന്താ? ഈ വ്യക്തി ഇന്ന ആളാണെന്നുള്ള ഒരു പരിചയപ്പെടുത്തലാണ് സ്വാഗത പ്രസംഗം. അപ്പോ ആ വ്യക്തിയാണല്ലേ, അത് മനസ്സിലാക്കാതെ ഏതോ ഒരു വ്യക്തി പറഞ്ഞു, നമുക്ക് ചിരിയും വരില്ല, സന്തോഷവും വരില്ല, ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഇത്ര വലിയ ആളാ അറിയണ്ടേ. ഈ ഗുരു നമുക്ക് പറഞ്ഞു തരികയും തീർത്ഥാടനത്തിന്റെ ഒരു ഭാഗമാണ് സത്സംഗം. ആരുടെ കൂടെയാണ് പോയത്? അപ്പൊ എന്തൊക്കെ പഠിച്ചു? പോണ സമയത്ത് എന്തൊക്കെ ചർച്ച ചെയ്തു? അത്രയും കഴിഞ്ഞ് ആ വീക്ഷണത്തിന്റെ പരിധിയിൽ എത്തുമ്പോഴാണ് അതൊരു വലിയ ലോകമായിട്ട് വരുന്നത്. അല്ലാതെ അവിടെ ജനിച്ചു, ഇപ്പൊ സ്ഥിരതാമസം അവിടെയാണ്, ഞാൻ നോക്കിയിട്ടൊരു തരംഗം കണ്ടില്ല, അങ്ങനെ പറയുന്നത് ശരിയല്ല. തീർച്ചയായിട്ടും
ആ സ്ഥലത്തെക്കുറിച്ച് മനസ്സിലാക്കുക. തീർത്ഥാടനം എന്ന് പറയുന്നത് അധികവും ആ തീവണ്ടിയിലും ബസ്സിലും യാത്രയിലും മാത്രമല്ല, തുടക്കം മൂലയ്ക്ക് അവിടെ എത്തി മടങ്ങുന്നത് വരെ 90% നമ്മുടെ കാതിൽ ശ്രവിക്കേണ്ടത് സത്സംഗമാണ്. ആ സത്സംഗം നടക്കുമ്പോൾ അതിൻ്റെ ഈ തരംഗങ്ങൾ നമുക്ക് മനസ്സിലാവും. റിമോട്ട് കൺട്രോൾ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ടിവിയിൽ നിന്ന് ആ വ്യക്തിക്ക് പിക്ചർ കിട്ടുന്ന പോലെ നമ്മുടെ ജീവിതത്തിനും മാറ്റങ്ങൾ ഉണ്ടാവില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു.